നമസ്കാരം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കെ.ആർ. മീരയുടെ ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയെക്കുറിച്ചാണ്. കെ.ആർ. മീര നമുക്കൊക്കെ അറിയാവുന്നതുപോലെ വർത്തമാനകാല സാഹിത്യത്തിൽ മലയാളത്തിൽ വളരെ സജീവമായി എഴുതിക്കൊണ്ടിരിക്കുകയും സാഹിത്യ സാംസ്കാരിക മേഖലകളിലൊക്കെ സജീവ സാന്നിധ്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയും ധാരാളം പുരസ്കാരങ്ങളൊക്കെ നേടുകയും ചെയ്ത ഒരു എഴുത്തുകാരിയാണ്. മലയാള സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിഭാശാലികളായ ഇത്തരം ധാരാളം എഴുത്തുകാരികളുടെ ഒരു വലിയ നിര തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ ഒരു സമ്പന്നമായ നിര, അതിൻ്റെ ഒരു ആദ്യ കണ്ണിയായി നമുക്ക് സാഹിത്യത്തിൽ കാണാൻ കഴിയുന്നത് കെ. സരസ്വതിയമ്മ എന്ന എഴുത്തുകാരിയെക്കുറിച്ചാണ്. മലയാള സാഹിത്യത്തിൽ വല്ലാതെ അടയാളപ്പെടുത്തപ്പെട്ട ഒരു പേരല്ല സരസ്വതിയമ്മയുടേത്. പക്ഷെ പുതിയ കാലത്ത് പുതിയ വായനകളിൽ നമ്മൾ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ് സരസ്വതിയമ്മ. പ്രത്യേകിച്ച് സ്ത്രീവാദവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഇപ്പോൾ പഴയ കഥകളെ പരിശോധിക്കുമ്പോൾ തീർച്ചയായും സ്ത്രീകളുടെ ജീവിതത്തെ വളരെ യഥാർത്ഥമായി അവതരിപ്പിച്ച കഥകളായിരുന്നു സരസ്വതിയമ്മയുടേത് എന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അക്കാലത്ത് ഒരു പുരുഷ കേന്ദ്രിത വ്യവസ്ഥയാണ് സമൂഹത്തിൽ എന്ന പോലെ മലയാള സാഹിത്യത്തിലും ഉണ്ടായിരുന്നത് എന്നതുകൊണ്ട് തന്നെ അവരുടെ സംഭാവനകളെല്ലാം പരിഗണിക്കപ്പെടാതെ അവർ അർഹിക്കുന്ന വിധത്തിൽ വിലയിരുത്തപ്പെടാതെ പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീട് കുറച്ച് കഴിഞ്ഞ് നമുക്ക് പരിചയമുള്ള, നിങ്ങളിൽ പലരും കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു പേര് ലളിതാംബിക അന്തർജനത്തിൻ്റേതാണ്. ലളിതാംബിക അന്തർജനം നമുക്ക് +1 തന്നെ അവരുടെ പ്രധാനപ്പെട്ട അഗ്നിസാക്ഷി എന്ന് പറയുന്ന നോവലിലെ ഒരു കുഞ്ഞു ഭാഗം നമുക്ക് പഠിക്കാനുമുണ്ട്. അപ്പോൾ നമുക്ക് അവരെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ലളിതാംബിക അന്തർജനത്തെ നമ്മൾ കുറേ കൂടി കേട്ടിട്ടുണ്ടാവും എന്നുള്ളതാണ് സ്ഥിതി. ലളിതാംബിക അന്തർജനം സ്ത്രീകളുടെ ദൈന്യതകളെയാണ്, ജീവിതത്തിൽ അവർ നേരിടേണ്ട പ്രയാസങ്ങളെ ഒരു ദൈന്യതയുടെ ഭാവത്തിൽ എഴുതുകയാണ് ലളിതാംബിക അന്തർജനം ചെയ്തത്. സരസ്വതിയമ്മ അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ സരസ്വതിയമ്മ അക്കാലത്തെ നിരൂപകർക്ക്, പുരുഷ എഴുത്തുകാർക്ക് ഒരു അപ്രിയ കഥാപാത്രമാകുമ്പോൾ തന്നെ ലളിതാംബിക അന്തർജനത്തെ നമ്മൾ കൊണ്ടാടുന്നുണ്ട്. കാരണം ഒരു പുരുഷ കേന്ദ്രിത വ്യവസ്ഥ, പാട്രിയാർക്കി മുന്നോട്ട് വെക്കുന്ന സ്ത്രീ ദൈന്യതയാണ് ലളിതാംബിക അന്തർജനത്തിൻ്റെ കഥയിൽ അല്ലെങ്കിൽ നോവലിൽ ഉണ്ടായിരുന്നത് എന്ന് പിന്നീട് വായിക്കപ്പെട്ടിട്ടുണ്ട്. ലളിതാംബിക അന്തർജനത്തിന് ശേഷം നമുക്ക് പറയാവുന്നൊരു പേര് രാജലക്ഷ്മിയുടേതാണ്. രാജലക്ഷ്മി ഇത്തരത്തിലുള്ള ശ്രദ്ധേയമായ കഥകൾ എഴുതിയിട്ടുണ്ട്. പിന്നീട് വരുമ്പോൾ മാധവിക്കുട്ടിയുണ്ട്. മാധവിക്കുട്ടി നമുക്കറിയാം, വ്യത്യസ്തമായി സ്നേഹത്തിനു വേണ്ടി അലഞ്ഞു നടന്നിരുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ആമി എന്നൊക്കെ വിളിക്കപ്പെട്ട ഒരു എഴുത്തുകാരിയാണ്. മാധവിക്കുട്ടിയിൽ നിന്ന് പിന്നീട് ആ ഒരു കണ്ണി സാറാ ജോസഫിലേക്ക് എത്തുന്നു. സാറാ ജോസഫ് നമുക്കറിയാം, സ്ത്രീയെയും പ്രകൃതിയെയും കൂട്ടിയിണക്കി ഒരു ഇക്കോ ഫെമിനിസ്റ്റ് രീതിയിൽ കഥകളും നോവലുകളുമൊക്കെ എഴുതുകയും അത്തരത്തിൽ ധാരാളം ഇപ്പോഴും വായിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു എഴുത്തുകാരിയാണ്. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് അറിയാം, കുറച്ച് മുമ്പ് അന്തരിച്ചു പോയ അഷിതയുടെ പേര്. ഇത്തരത്തിൽ പുരുഷ കേന്ദ്രിത വ്യവസ്ഥയിൽ വല്ലാതെ വീർപ്പുമുട്ടലോടെ ജീവിക്കേണ്ടി വന്ന, അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഒരുപാട് സഹിക്കേണ്ടി വന്ന കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള എഴുത്തുകാരി അഷിത. ആ ഒരു കണ്ണിയിലെ ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള പേരാണ് കെ.ആർ. മീരയുടേത്. കെ.ആർ. മീര ഇപ്പോൾ സജീവമായി എഴുതിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, അവർ മലയാള മനോരമയിൽ പത്രപ്രവർത്തകയായിരുന്നു. പിന്നീട് ഒരു മുഴുവൻ സമയ എഴുത്തുകാരിയാവാൻ വേണ്ടി അവരുടെ പത്രപ്രവർത്തനമൊക്കെ അവർ ഉപേക്ഷിച്ചു. അങ്ങനെയാണ് ഒരു എഴുത്തിലേക്ക് മാത്രമായി അവർ അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും. ഇപ്പോൾ പുതിയ കുട്ടികളോടടക്കം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകത്തെക്കുറിച്ച് ചോദിച്ചാൽ അവർ ആരാച്ചാരടക്കമുള്ള മീരയുടെ പുസ്തകങ്ങൾ വായിക്കുകയും അതിനെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ അത്രയും ഒരു മലയാളത്തിൽ വളരെ വായിക്കപ്പെടുന്ന ഒരാളായിട്ട് കെ.ആർ. മീര മാറിയിട്ടുണ്ട്. അവരുടെ ധാരാളം ചെറുകഥകളുണ്ട്, നോവലുകളുണ്ട്. ഞാനതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ടെക്സ്റ്റിനകത്ത് അവരുടെ ലേഖ പരിചയ ഭാഗത്ത്
അവരുടെ മറ്റു കൃതികളെക്കുറിച്ചൊക്കെ വിശദമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ മതി. മറ്റൊന്ന്, കെ.ആർ. മീരയ്ക്ക് ശേഷവും ഇപ്പോൾ മലയാള സാഹിത്യത്തിൽ, മലയാള കഥയിൽ വനിതകൾ ധാരാളമായി എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. കെ. രേഖ അടക്കമുള്ള ധാരാളം എഴുത്തുകാരികൾ, ഷാഹിന അടക്കമുള്ള, യമ അടക്കമുള്ള, ഇങ്ങനെ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ സജീവമായി നവമാധ്യമങ്ങളിലും ആനുകാലികങ്ങളിലുമെല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്ന ധാരാളം എഴുത്തുകാരികൾ മലയാള കഥാലോകത്ത് മലയാള സാഹിത്യത്തിലുണ്ട്. അപ്പോൾ അവരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് കെ.ആർ. മീര എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള കഥ കെ.ആർ. മീരയുടെ പ്രശസ്തമായ കഥകളിലൊന്നാണ്. അവരുടെ ഒരു സമാഹാരത്തിൻ്റെ പേര് തന്നെ ഓർമ്മയുടെ ഞരമ്പ് എന്നാണ്. ആ സമാഹാരത്തിലെ ഒരു കഥയാണ് അതേ പേരിൽ തന്നെയുള്ള ഈ നമുക്ക് പഠിക്കാനുള്ള കഥ. അതിനകത്ത് ആ തലക്കെട്ട് തന്നെ നമ്മൾ യഥാർത്ഥത്തിൽ കേട്ട ഒന്നല്ല. നോക്കൂ, ജീവശാസ്ത്രപരമായി ഓർമ്മയ്ക്ക് ഒരു ഞരമ്പില്ല. നമുക്കറിയാം, ഓർമ്മയ്ക്കായിട്ട് ഒരു ഞരമ്പുണ്ടോ? അങ്ങനെ ഒരു ഞരമ്പുണ്ടോ? യഥാർത്ഥത്തിൽ ജീവശാസ്ത്രപരമായി നോക്കുമ്പോൾ അത്തരത്തിലൊരു ഞരമ്പിന് വലിയ സാധ്യതയില്ല. പക്ഷേ ഈ കഥയ്ക്കകത്ത് ഈ കഥ കെ.ആർ. മീര ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, അത് വ്യത്യസ്ത ആഖ്യാനങ്ങളിലൂടെ മുന്നോട്ട് പോയി അവസാനിക്കുമ്പോഴേക്ക് എന്താണ് ഓർമ്മയുടെ ഞരമ്പ് എന്ന് നമുക്ക് വായനക്കാർക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് ആ എഴുത്തിൻ്റെ ഒരു വൈഭവം എന്ന് പറയുന്നത്. ഈ കഥയ്ക്കകത്ത് പ്രധാനമായി 2 കഥാപാത്രങ്ങളാണുള്ളത്. നോക്കൂ, ആ 2 കഥാപാത്രങ്ങൾ ഒരു വൃദ്ധയും ആ വൃദ്ധയുടെ കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയുമാണ്. അതായത് ഒരു പഴയ തലമുറയിലെ ഒരാളും ആ കുടുംബത്തിൽ തന്നെ ആ വൃദ്ധയുടെ പുതിയ തലമുറയിലെ ഒരാളും, അങ്ങനെയുള്ള 2 സ്ത്രീകളാണ് ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങൾ. പിന്നെ 1-2 സ്ത്രീകൾ ചില കഥാ ഇടങ്ങളിൽ കയറി വരികയും അവർ ഇറങ്ങിപ്പോവുകയും മറ്റ് 1-2 പുരുഷ കഥാപാത്രങ്ങൾ ചില സൂചനകളായി കഥയിൽ ഇടപെടുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ഈ 2 കഥാപാത്രങ്ങളാണ്, വൃദ്ധയും പെൺകുട്ടിയുമാണ് ഈ കഥയുടെ ആദ്യ അവസാനം വരെ ഉള്ളത് എന്ന് നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ ചെറുകഥ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ചെറിയ കഥകളും കുറച്ച് കഥാപാത്രങ്ങളും കുറച്ച് സംഭവങ്ങളും മാത്രം ഉൾക്കൊള്ളുന്നതാണ് ചെറുകഥയുടെ ഒരു കഥാശില്പം എന്ന് പറയുന്നത്, അല്ലേ? നോവലിനെ പോലെ ബൃഹത്തായ ഒരു കഥയും ഒരുപാട് കഥാപാത്രങ്ങളും പല ഉപകഥകളിലേക്ക് ഇങ്ങനെ പോയി വികസിക്കുന്ന രീതിയും ചെറുകഥക്കകത്ത് ഉണ്ടാകില്ല. ചെറുകഥ വളരെ ചെറിയ സംഭവങ്ങളും വളരെ കുറച്ച് കഥാപാത്രങ്ങളും ഉണ്ടായി വരുന്ന ഒരു രചനാതന്ത്രമാണ്. അങ്ങനെ ഒരു രചനാതന്ത്രം തന്നെയാണ് ഈ ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയ്ക്കകത്തും ഉള്ളത് എന്ന് നമുക്ക് കാണാം. നമ്മൾ പറഞ്ഞു വന്നത്, ഓർമ്മയുടെ കഥയിൽ 2 പ്രധാന കഥാപാത്രങ്ങൾ, ഒരു വൃദ്ധയും ഒരു പെൺകുട്ടിയുമാണ് ഉള്ളത്. ആ വൃദ്ധ ഒറ്റയ്ക്ക് താമസിക്കുന്ന, മരുന്നോ ഭക്ഷണമോ കൊടുക്കാൻ മാത്രം വേലക്കാരി ഒന്ന് കടന്നു ചെല്ലുന്ന ഒരു മുറിയിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. ഈ കഥ മുഴുവനായി ഈ വീഡിയോ ക്ലാസ്സിനകത്ത് ഞാൻ വായിക്കുന്നില്ല. നിങ്ങൾക്ക് നേരത്തെ നമ്മുടെ +1 ടെക്സ്റ്റിൻ്റെ PDF അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നിങ്ങളൊന്ന് വായിച്ചാൽ മതി. ഞാനതിലെ പ്രധാനപ്പെട്ട ചില കഥാസന്ദർഭങ്ങളെ മാത്രം വിശദീകരിക്കാനാണ് ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വൃദ്ധ മാത്രം താമസിക്കുന്ന, വേറെ കാര്യമായി ആരും സന്ദർശകരില്ലാത്ത ഒരു മുറിയിലേക്ക് ആ വൃദ്ധയ്ക്ക് കൂട്ടായി, അല്ലെങ്കിൽ ആ വൃദ്ധയോട് സംസാരിക്കാനായി ആ കുടുംബത്തിലെ പുതിയ തലമുറയിൽപ്പെട്ട ഒരു പെൺകുട്ടി കയറി വരുന്നതോടെയാണ് കഥ ആരംഭിക്കുന്നത്. ആ പെൺകുട്ടിയെ കണ്ട വൃദ്ധ ആദ്യം ചോദിക്കുന്ന ചോദ്യം കുട്ടി എഴുതുമോ എന്നാണ്. അത് സാധാരണ എല്ലാവരും ഒരു ആദ്യ ചോദ്യം അല്ലേ? അപ്പോൾ ആദ്യത്തെ ഒരു ചോദ്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും, ഈ വൃദ്ധ എന്ന് പറയുന്നത് ഒരു സാധാരണ സ്ത്രീയല്ല. അവർ ഏതൊക്കെയോ വ്യത്യസ്തമായ മേഖലകളിലൂടെ ഇടപെട്ടും
പരിചയപ്പെട്ടും കടന്നു വന്ന ഒരു കഥാപാത്രമാണ് എന്ന സൂചന കുട്ടി എഴുതുമോ എന്ന് ആദ്യമായി കാണുന്ന, അല്ലെങ്കിൽ ആദ്യമായി തൻ്റെ മുറിയിലേക്ക് വരുന്ന പെൺകുട്ടിയോട് ചോദിക്കുന്നതിൽ തന്നെയുണ്ട്. പെൺകുട്ടി മറുപടിയൊന്നും പറയുന്നില്ല. പെൺകുട്ടിക്ക് ആ വൃദ്ധയോട് അപ്പോഴൊന്നും ഒരു താല്പര്യവും തോന്നുന്നില്ല. പിന്നെയും വൃദ്ധ ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ പെൺകുട്ടിയോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ വൃദ്ധയുടെ രൂപം, നരച്ച മുടികളും അല്ലെങ്കിൽ ശോഷിച്ച ശരീരമാകെ മെലിഞ്ഞ രൂപവും, ചില വാക്കുകൾ സ്വാതന്ത്ര്യം, കഥ എന്നൊക്കെ പറയുമ്പോൾ വെപ്പ് പല്ല് പുറത്തേക്ക് വരുന്നതും ഒക്കെ കാണുമ്പോൾ പെൺകുട്ടിക്ക് വല്ലാത്ത ഈർഷ്യയാണ് തോന്നുന്നത്. വൃദ്ധ സംസാരിക്കുമ്പോഴും വൃദ്ധ ഓരോന്ന് പറയുമ്പോഴും ആദ്യമൊക്കെ പെൺകുട്ടി ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുക ചെയ്യുന്നത്. ഒരാൾ സംസാരിക്കുമ്പോൾ അയാൾക്ക് മുഖം കൊടുത്ത് നിൽക്കുകയോ അയാൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. ഏതായാലും ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. വൃദ്ധ ഒരു ക്രമരഹിതമായ രീതിയിലാണെങ്കിൽ പോലും അവരുടെ കഥ അത് യഥാർത്ഥത്തിൽ ഒരു ചരിത്രം തന്നെയാണ്. ആ കഥ ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ആദ്യമായിട്ട് അവർ പറയുന്നത്, അവർക്ക് 9 വയസ്സുള്ള സമയത്ത് മഹാകവി വള്ളത്തോൾ വന്ന സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. ആ സമ്മേളനത്തിനകത്ത് വൃദ്ധയുടെ വല്യമ്മാവൻ പറഞ്ഞത് പ്രകാരം അവരൊരു കുഞ്ഞു കവിത എഴുതി ആ കവിത മഹാകവി വള്ളത്തോളിന് മുമ്പിൽ അവതരിപ്പിച്ചുവെന്നും, കവിത കേട്ട വള്ളത്തോൾ സാക്ഷാൽ സരസ്വതി തന്നെ എന്ന് പറഞ്ഞ് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു എന്നും വൃദ്ധ പെൺകുട്ടിയോട് പറയുന്നുണ്ട്. വളരെ അഭിമാനത്തോടെയാണ്. ഇപ്പോഴും മഹാകവി മുമ്പിൽ നിൽക്കുന്ന പോലെ കൈകൂപ്പി മഹാകവി തലയിൽ കൈവച്ച പോലെ കൈവച്ചുകൊണ്ടാണ് ഒട്ടേറെ കാലങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു സന്ദർഭത്തെ വൃദ്ധ ഓർത്തെടുക്കുന്നത്. അതിൻ്റെ കൂടെ അദ്ദേഹം ഒരു കാര്യം കൂടി വൃദ്ധ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതിങ്ങനെയാണ്, ആ സമ്മേളനത്തിൽ കവിത അവതരിപ്പിക്കുന്ന പെൺകുട്ടിയെ കണ്ടാണ് ഇവിടുത്തെ ആൾ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, പഴയ കാലത്ത് ബാല്യവിവാഹമൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. ഇന്ത്യയിൽ ഒരുപാട് ബാല്യവിവാഹങ്ങൾ നടന്നിരുന്ന ഒരു കാലമാണ്. മഹാത്മാഗാന്ധി അടക്കമുള്ള ആളുകൾ അത്തരത്തിൽ കല്യാണപ്രായമൊക്കെ നമുക്ക് അവരുടെയൊക്കെ അറിയാം. അപ്പം അതൊരു വിഷയമല്ല. ഏതായാലും ആ കവിതാവതരണത്തിൽ ഇഷ്ടപ്പെട്ടിട്ടാണ് ഇവിടുത്തെ ആൾ, അതായത് വൃദ്ധയുടെ ഭർത്താവ്, അവരെ വിവാഹം ആലോചിക്കുന്നതും കല്യാണം കഴിയുന്നതും തുടങ്ങിയുള്ള സൂചനകൾ അവിടെ ആ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടും. പിന്നീട് ആ വൃദ്ധയുമായി ബന്ധപ്പെട്ട് ഓരോ കഥ ഇങ്ങനെ പെൺകുട്ടിയുടെ മനസ്സിലേക്ക് വരികയും വൃദ്ധ പറയുന്ന ഓരോ അനുഭവങ്ങളിലൂടെ ഇതൊരു സാധാരണ സ്ത്രീയല്ല എന്നുള്ളതും, തൻ്റെ മുമ്പിലിരിക്കുന്നത്, താൻ സംസാരിക്കുന്നത് ഒരു ചരിത്ര വനിതയോടാണ് എന്നുള്ളതും പെൺകുട്ടിക്ക് മനസ്സിലാകുന്നുണ്ട്. നോക്കൂ, വൃദ്ധ പറയുന്നു, കല്യാണം കഴിച്ചു കൊണ്ടുവന്നു. ഇവിടുത്തെ അമ്മയ്ക്ക്, അതായത് ഭർത്താവിൻ്റെ അമ്മയ്ക്ക് എഴുതുന്നതൊന്നും ഇഷ്ടമായിരുന്നില്ല. അമ്മ പറയും, പെൺകുട്ടികളായാൽ ചോറും കറിയും വെക്കണം, പെറണം, വേറെന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഭക്ഷണം കഴിക്കാൻ, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാൻ, കഴിക്കാനല്ല ഉണ്ടാക്കാനാണ് പ്രധാനം, ഭക്ഷണം ഉണ്ടാക്കാൻ, പ്രസവിക്കാൻ ഒക്കെയുള്ളൊരു യന്ത്രം മാത്രമാണ് അക്കാലത്തെ സ്ത്രീകൾ എന്നുള്ളത്. അത് അക്കാലത്തെ സ്ത്രീകളുടെ യഥാർത്ഥ സാമൂഹ്യ അവസ്ഥയാണ്. അതിൽ നിന്ന്, അത്തരമൊരു ദുരിത സമാനമായ അവസ്ഥയിൽ നിന്ന് മോചനം വേണം എന്ന് അന്നത്തെ സ്ത്രീകൾക്ക് പോലും തോന്നുന്നില്ല എന്നുള്ളതാണ് വൃദ്ധയുടെ അമ്മായിമ്മ അടക്കമുള്ള കഥാപാത്രങ്ങളുടെ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക. ഏതായാലും ഈ സ്ത്രീ, വൃദ്ധ, അന്നത്തെ ചെറിയ പ്രായത്തിലുള്ള മരുമകൾ, അവർ അമ്മായിമ്മയുടെ ഈ താല്പര്യത്തിനൊന്നും യോജിച്ചു പോകുന്നൊരു വ്യക്തിയായിരുന്നില്ല. അവരെന്ത് ചെയ്യുന്നു, രാത്രി മകൻ്റെ പുസ്തകമെടുത്ത്, മകൻ്റെ ഉപേക്ഷിച്ച പുസ്തകം, അതായത് ഒരു ക്ലാസ് കഴിഞ്ഞ് നോട്ട്ബുക്ക് എഴുതി ആ നോട്ട്ബുക്കിൽ ബാക്കി വന്ന പേജുകളിൽ
ഒരു ദിവസം രാത്രി മൂലയിലിരുന്ന് മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലാണ് അവരാദ്യത്തെ കഥ എഴുതുന്നത്. നോക്കൂ, ആ ഒരു 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 സാഹചര്യം എന്താ പറയുക, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള വലിയൊരു പ്രശ്നത്തെ മുൻനിർത്തുന്നുണ്ട്. അപ്പോൾ തൻ്റെ മനസ്സിലുള്ളത് ആവിഷ്കരിക്കാനുള്ള ഒരു സാഹചര്യവും അന്ന് ആ വൃദ്ധയ്ക്ക് ഉണ്ടായിരുന്നില്ല. അക്കാലത്തെ മരുമകൾക്ക്, ചെറുപ്പക്കാരിക്ക്, ഇപ്പോൾ വൃദ്ധയായ കഥാപാത്രത്തിന് ഉണ്ടായിരുന്നില്ല. മറിച്ച് അവർ ഒരു യന്ത്രമായി മാത്രം, മനസ്സുള്ള ഒരു ശരീരത്തിനുടമയേ അല്ല, ഒരു യന്ത്രത്തെ പോലെ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടേ ഇരിക്കേണ്ടുന്ന ഒരാൾ മാത്രമായിരുന്നു. ഈ വൃദ്ധ ഈ കഥയുടെ മുമ്പ് ചില സൂചനകൾ അദ്ദേഹത്തിൻ്റെ ഭർത്താവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, എനിക്ക് മകനുണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് രവീന്ദ്രനാഥ് എന്ന് പേരിടാനായിരുന്നു ഇഷ്ടം. പക്ഷേ ഭർത്താവ് എൻ്റെ ഇഷ്ടം ചോദിക്കുക പോലും ചെയ്തില്ല. അദ്ദേഹം രാമൻകുട്ടി എന്ന് പേരിട്ടു. നോക്കൂ, ആ രണ്ട് പേരിടലിൽ വലിയ ഒരു സാംസ്കാരിക നിലവാരം വ്യക്തമാകുന്നുണ്ട് എന്ന് കാണാം. എങ്ങനെയാണത്? രവീന്ദ്രനാഥ് എന്നുള്ളത് ടാഗോറിൻ്റെ പേരാണ്. നമ്മുടെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട്, കവിതയുമായി ബന്ധപ്പെട്ട് ഒക്കെ നമുക്ക് എപ്പോഴും നമ്മുടെ ആലോചനയിൽ വരുന്നൊരു പേരാണ് രവീന്ദ്രനാഥ ടാഗോർ. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വൃദ്ധയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ട്. അവർ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അവർ അങ്ങനെയുള്ള സാംസ്കാരിക സാഹിത്യ സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. മഹാകവി വള്ളത്തോൾ പങ്കെടുത്ത ഒരു പരിപാടിക്കകത്ത് കവിത അവതരിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നൊരു സ്ത്രീയാണ്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായി അത്തരമൊരു പേര് തൻ്റെ മകന് ഇടണം എന്നുള്ള ഒരാശ വന്നു. അത് ആ വൃദ്ധയുടെ ഒരു സാംസ്കാരിക നിലവാരത്തെ കൂടി സൂചിപ്പിക്കുന്നതാണ്. പക്ഷേ അത്യന്തം മതാത്മകമായ സ്ത്രീവിരുദ്ധനെന്ന് പുതിയ കാലത്ത് വിളിക്കപ്പെട്ടൊരു പേരാണ് യഥാർത്ഥത്തിൽ മകന് വേണ്ടി ഭർത്താവ് ഇടുന്നത്. അത് ഒരു 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 എന്താ ഇന്ന് ഒരു കൂടിയാലോചന പോലും, രണ്ടാളുടെയും മകനായ ഒരാളുടെ പേരിടാനുള്ള കൂടിയാലോചന നടത്താൻ പോലും ഭർത്താവിന് മനസ്സ് വരുന്നില്ല. അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി സ്വാതന്ത്ര്യ സമര സേനാനിയായി MP ആയൊക്കെ പ്രവർത്തിച്ച ഒരാളാണ്. എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം സാമൂഹ്യ പ്രവർത്തകനൊക്കെയായി പേരെടുത്ത ഒരാളുടെ സംബന്ധിച്ചാണ് ഇങ്ങനൊരു സാഹചര്യം. അപ്പോൾ ഇതൊന്നുമില്ലാത്ത സാധാരണക്കാരുടെ ഒരു മനോഭാവം അക്കാലത്ത് എന്താണ് എന്നുള്ളത് നമുക്ക് ആലോചിക്കുക പോലും സാധ്യമല്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഏതായാലും പിന്നീട് മോളുണ്ടായപ്പോൾ വൃദ്ധ പറയാണ്, ഞാൻ ഒന്നും പറഞ്ഞില്ല. എന്തിനാ ഇപ്പോൾ പറഞ്ഞിട്ട്? ഒരു കലശൽ വേണ്ടല്ലോ, ഒരു തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവണ്ടല്ലോ. അദ്ദേഹം ഇഷ്ടമുള്ള പേരിടട്ടെ. അദ്ദേഹം ഭർത്താവ് ശ്രീകുമാരി എന്ന് പേരിട്ടു. പക്ഷെ വൃദ്ധ ഒരു കാര്യം ചെയ്തു. രാമൻകുട്ടി വലുതായപ്പോൾ രാമൻകുട്ടിയോട് പറഞ്ഞു, നിനക്ക് മക്കളുണ്ടാകുമ്പോൾ അവന് ആൺകുട്ടിയാണെങ്കിൽ രവീന്ദ്രനാഥ് എന്നും പെൺകുട്ടിയാണെങ്കിൽ മൃണാളിനി എന്നും പേരിടണം. ടാഗോറിൻ്റെ ഭാര്യയുടെ പേരാണ് മൃണാളിനി. അങ്ങനെ തൻ്റെ മക്കളുടെ കാര്യത്തിൽ തനിക്ക് യാതൊരുവിധ നിർണയാവകാശവും ഉണ്ടായിരുന്നില്ല. ഇനി മകൻ്റെ മക്കളുടെ കാര്യത്തിലെങ്കിലും അതുണ്ടാകും, അല്ലെങ്കിൽ അവിടെയെങ്കിലും ചെറിയൊരു അധികാരം തനിക്ക് പ്രയോഗിക്കാൻ പറ്റും എന്ന് ആ വൃദ്ധ വിചാരിക്കുകയാണ്. പക്ഷേ അതും തെറ്റായിരുന്നു. അവസാനം രാമൻകുട്ടി മകന് പേരുന്നത് ശ്രീജിത്ത് എന്നാണ്. ശ്രീജിതൻ രാമൻ്റെ തന്നെ ഒരു പര്യായ പദമാണ്. രാമൻകുട്ടിയും ആ പേര് സ്വീകരിക്കുന്നില്ല. നോക്കൂ, നമ്മൾ പറഞ്ഞു വന്നത് വൃദ്ധ എഴുതിയ കഥകളെക്കുറിച്ചാണ്. അമ്മായിമ്മ കാണാതെ മകൻ ഉപേക്ഷിച്ച ഒരു നോട്ട് പുസ്തകത്തിൻ്റെ ഒഴിഞ്ഞ അവസാനത്തെ പേജുകളിൽ രാത്രി മുറിയുടെ മൂലക്കിലിരുന്ന് വൃദ്ധ എഴുതിയ ആദ്യത്തെ കഥ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി ജയിലിൽ പോകുന്ന ഒരു സ്ത്രീയെക്കുറിച്ചായിരുന്നു. നോക്കൂ, അവരുടെ ഒരു ജീവിത സ്വപ്നം എന്നുള്ളത് പിറന്ന നാടിനു വേണ്ടി
പോരാടി ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്ത് ബ്രിട്ടീഷുകാരെ പ്രതിരോധിച്ച് പിറന്ന നാടിനു വേണ്ടി ജയിലിൽ പോകണം എന്നാണ് ആ ഒരു സ്ത്രീയുടെ അക്കാലത്തെ അഭിലാഷം. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ അവർക്കത് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല. അപ്പോൾ അവർ അവരുടെ വലിയൊരു ജീവിതാഭിലാഷത്തെ സാഹിത്യത്തിൻ്റെ രൂപത്തിൽ ആവിഷ്കരിച്ചു എന്ന് നമുക്ക് പറയാം. രണ്ടാമത്തെ കഥ കുറച്ചുകൂടി ആ സ്ത്രീയുടെ ജീവിതം ദുരിതപൂർണമായ അവസ്ഥയിലാണ്. രണ്ടാമത്തെ കഥ സ്ത്രീ എഴുതുമ്പോൾ ഇവരുടെ ഭർത്താവ് ഇലക്ഷനിൽ ജയിച്ച് MP ആയി ഡൽഹിയിലാണ്. ആ സമയത്ത് ആ വൃദ്ധയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഡൽഹി കാണണമെന്നാണ്. അവസാനം ഒരു സമ്മർ വെക്കേഷന്, വലിയ ഒഴിവ് എന്നാണ് അതിൻ്റെ ഒരു മലയാളീകരിച്ച് KR മീര കഥയിൽ പ്രയോഗിക്കുന്നത്. ഏതായാലും ആ ഒരു വലിയ ഒഴിവിന്, സമ്മർ വെക്കേഷന്, അമ്മായിയമ്മയെയും കുട്ടികളെയും ഭർത്താവ് ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. ഈ സ്ത്രീക്ക് പോകാൻ പറ്റുന്നില്ല. ആലോചിക്കണം, അവരുടെ ഭർത്താവ് ഒരു MP ആണ്. അദ്ദേഹത്തിന് ഫാമിലി സ്റ്റാറ്റസ് അടക്കമുള്ള സൗകര്യങ്ങൾ ഒക്കെയുണ്ട്. പക്ഷെ ആ ഭാര്യയ്ക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം എന്താ? അമ്മ ചോദിച്ചു. അപ്പോൾ അച്ഛൻ്റെ അസ്ഥിത്തറയിൽ ആര് വിളക്ക് വെക്കും? പശുവിന് ആര് പുല്ല് കൊടുക്കും? പശുവിന് ആര് വെള്ളം കൊടുക്കും? എന്ന് പറഞ്ഞാൽ വീട്ടിലെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നീ പോയി കഴിഞ്ഞാൽ, നീ ഞങ്ങളുടെ കൂടെ ഡൽഹിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ആരാ നടത്തുക? ഇതാണ്. ഒരു കാലത്ത് നമ്മളിപ്പോൾ വീട്ടമ്മ എന്നൊക്കെ പറയുന്ന വീട്ടകങ്ങളുടെ 4 ചുമരുകൾക്കുള്ളിൽ, ഇരുണ്ട മുറികൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ വിധിക്കപ്പെട്ട ഒരുപാട് സ്ത്രീകളുടെ ഒരു പ്രതിനിധിയാണ് യഥാർത്ഥത്തിൽ ആ വൃദ്ധ. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അഭിലാഷം ഡൽഹി കാണുക എന്നുള്ളത് സ്വന്തം ഭർത്താവ് MP ആയിട്ട് പോലും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കൂ. അപ്പോഴാണ് അവർ രണ്ടാമത്തെ കഥ എഴുതുന്നത്. ആ കഥ ഒരു ക്രൂരഫലിതത്തിൻ്റെ രീതിയിലേക്ക് പോകുന്ന ഒരു കഥയാണ്. അതെങ്ങനെയാണ്? ഒരു സ്ത്രീ അവരുടെ ഭർത്താവിൻ്റെ പേരിൽ, ഒരു പുരുഷൻ്റെ പേരിൽ, കള്ളപ്പേരിൽ കഥകൾ എഴുതി മത്സരത്തിന് അയച്ചു കൊടുക്കുന്നു. ആ കഥയ്ക്ക് സമ്മാനം കിട്ടുന്നു. ആ എഴുത്തുകാരനെ തേടി ആ മത്സരം നടത്തിയ ആളുകൾ വീട്ടിലെത്തുമ്പോൾ ഇത് കേട്ട അവരുടെ ഭർത്താവ് പറയുന്നു, അത് ഞാൻ എഴുതി തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ സ്ത്രീകളുടെ അധ്വാനത്തിൻ്റെ, സ്ത്രീകളുടെ പ്രയത്നത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ഫലമായി ഇങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങളിലേക്ക് പോകുന്ന ആളുകളുണ്ട്. നമ്മളതിനെ ഒരു പഴഞ്ചൊല്ലിലൊക്കെ അല്ലെങ്കിൽ ഒരു പ്രയോഗത്തിലൊക്കെ ഒതുക്കി നിർത്തും. ഏതൊരു പുരുഷൻ്റെ പിറകിലും സ്ത്രീയുണ്ടെന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും പിറകിൽ നിൽക്കാനേ അവർക്ക് വിധിയുള്ളൂ എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, രണ്ടാമത്തെ കഥ പറയുമ്പോഴേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെൺകുട്ടി ആദ്യം ഈ കഥയിൽ വൃദ്ധയുടെ മുറിയിലേക്ക് കയറി വരുമ്പോൾ അവർ പുറത്തേക്ക് നോക്കി വൃദ്ധയുടെ വെപ്പുപല്ല് ഇളകുന്നത് കണ്ട് ഈർഷ്യ തോന്നി. വൃദ്ധയുടെ മൊത്തത്തിലുള്ള ശരീര രൂപം കണ്ട് പ്രയാസം തോന്നി. വൃദ്ധ ചോദിക്കുന്ന മറുപടി ഒന്നും പറയാതെ നിൽക്കുകയാണ്. പക്ഷേ വൃദ്ധയുടെ കഥ ഇങ്ങനെ പറഞ്ഞു കൊണ്ടുവരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ പെൺകുട്ടിക്ക് മനസ്സിലാകുന്നുണ്ട്, എൻ്റെ മുമ്പിലിരിക്കുന്നത് ഒരു സാധാരണ സ്ത്രീയല്ല. അവർ ഒരുപാട് ചരിത്ര സന്ദർഭങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള, അതിൽ പങ്കെടുത്തിട്ടുള്ള, അല്ലെങ്കിൽ പങ്കെടുക്കാൻ അതിയേറെ ആഗ്രഹിച്ചിരുന്ന ഒരു വനിതയാണ്. ആ പെൺകുട്ടിയുടെ ഈർഷ്യ മെല്ലെ മാറി അവിടെ ആകാംക്ഷ രൂപപ്പെടുന്നു. അടുത്തതായി വൃദ്ധ എന്തു പറയും എന്ന് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ എന്താവും പറയുക, അടുത്ത കഥ എന്താകും, വൃദ്ധയ്ക്ക് ഇനി എന്തെങ്കിലും ജീവിതാനുഭവങ്ങൾ പറയാനുണ്ടാകുമോ എന്നൊക്കെ അങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് പെൺകുട്ടി. അപ്പോഴേക്ക് വേലക്കാരി കടന്നു വരുന്നു. പുസ്തകം നോക്കൽ തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ച്
അവർക്ക് ഇത്തിരി കഞ്ഞി കൊടുക്കുന്നു, അവർക്ക് വേണ്ട മരുന്ന് കൊടുക്കുന്നു. ആ മരുന്ന് യഥാർത്ഥത്തിൽ ഉറക്ക ഗുളികയാണ്. എന്നിട്ട് കഞ്ഞി കൊടുത്ത് മരുന്ന് കൊടുത്ത് വൃദ്ധ പാതി മയക്കത്തിലേക്ക് പോകുമ്പോൾ വേലക്കാരി ഈ പെൺകുട്ടിയോട് പറയുന്നുണ്ട്, അവരുടെ പണ്ടേതോ ഉള്ളൊരു പുസ്തകം കളഞ്ഞുപോയി, ആ പുസ്തകം തിരഞ്ഞു നടക്കുകയാണ് ഇപ്പോൾ. അത് കിട്ടാതായപ്പോൾ ഇവിടെയുള്ള ആളുകൾ മോൻ്റെ സ്കൂളിലെ പുസ്തകം എടുത്ത് കൊടുത്തു. ആ പുസ്തകം നോക്കി കുറേ നേരം ഇരുന്നോളൂ, പിന്നെ ഉറങ്ങിക്കോളും. ഇതുതന്നെയാണ് ഇപ്പോൾ ഇവരുടെ ജീവിതചര്യ എന്ന് പറയുന്നു. പെൺകുട്ടിയോട് വൃദ്ധ നിരന്തരം പറയുന്നുണ്ട് കഥയുടെ തുടക്കം തൊട്ട്, എൻ്റെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, ചുവന്ന ചട്ടയുള്ള ബുക്ക്, അതിലാണ് ഞാൻ ഈ കഥകളൊക്കെ എഴുതിയിരുന്നതെന്നൊക്കെയാണ്. ആ പുസ്തകമൊക്കെ, ആ പുസ്തകത്തിൻ്റെ മൂല്യമൊന്നും മനസ്സിലാകാത്ത ആളുകൾ അതിനെയൊക്കെ വിറ്റു തൊലച്ചിട്ടുണ്ടാകും. ആ പുസ്തകം വൃദ്ധയുടെ വലിയൊരു ജീവിത സമ്പത്തായിരുന്നു എന്നും അതിനൊരിക്കലും മൂല്യം നമുക്ക് കൽപ്പിക്കാനാകില്ലെന്നും അതിനെയൊക്കെ എത്രയോ ഉയരത്തിലാണ് അതിൻ്റെ മഹത്വമെന്നും ഒന്നും മനസ്സിലാകാത്ത ആളുകൾ അതിനെ ഒഴിവാക്കിയെന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ വാർദ്ധക്യത്തിൽ ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ, ഓർമ്മ മുറിഞ്ഞു പോകുന്ന അവസ്ഥയിൽ അവരാ പുസ്തകം തിരയുമ്പോൾ പകരം പേരക്കുട്ടിയുടെ ഏതോ ഒരു പഴയ നോട്ട് പുസ്തകം എടുത്ത് അതിന് പകരമാക്കി ആ വൃദ്ധക്ക് കൊടുത്തിരിക്കുകയും ചെയ്യുന്നു. പെൺകുട്ടിക്ക് അത് കേൾക്കുമ്പോൾ വലിയൊരു പ്രയാസം ഉണ്ടാകുന്നുണ്ട്. പാതി മയക്കത്തിലായ വൃദ്ധയോട്, കട്ടിലിൽ കയറി കിടന്ന വൃദ്ധയോട് പെൺകുട്ടി അങ്ങോട്ട് പോയി ചോദിക്കുന്നുണ്ട്, 3 കഥ എഴുതിയല്ലോ, 2 കഥയല്ലേ പറഞ്ഞുള്ളൂ, 3ാമത്തെ കഥ എന്തായിരുന്നു? വൃദ്ധ പാതി മയക്കത്തിൽ ആ പെൺകുട്ടിയുടെ സ്ഥാനം എവിടെയാണ് മുറിയിൽ എന്ന് നിർണയിച്ച് അങ്ങോട്ട് നോക്കി പറയുന്നു, ദുർമരണം. ദുർമരണം എന്നായിരുന്നു പേര്. എന്നിട്ട് പറയുന്നുണ്ട്, കൂട്ടിച്ചേർക്കുന്നുണ്ട്, കഴുത്തിൽ കയർമുരുക്കുമ്പോൾ കൃത്യമായി നോക്കണം, സ്ഥാനം തെറ്റരുത്, തെറ്റിയാൽ ഓർമ്മയുടെ ഞരമ്പ് നഷ്ടമാകും. ഇത് പറഞ്ഞ് വൃദ്ധ ഉറക്കത്തിലേക്ക് വീഴുകയാണ്. നോക്കൂ, ആദ്യത്തെ കഥ പിറന്ന നാടിനു വേണ്ടി സമരം ചെയ്ത് ജയിലിൽ പോകാൻ ആഗ്രഹിച്ച ഒരു വനിതയുടേതായിരുന്നു. ആ സ്വാതന്ത്ര്യദാഹത്തിൽ നിന്ന് മരണം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് വൃദ്ധ മാറിയത് യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിൽ നേരിട്ട ഒരുപാട് പുരുഷ കേന്ദ്രിത വ്യവസ്ഥയിൽ നിന്നുള്ള തിക്താനുഭവങ്ങളിലൂടെയാണ്. അങ്ങനെ നമുക്ക് പറയാനാവും. ആ തിക്താനുഭവങ്ങൾ അവർ ജീവിതത്തിൽ ഏറ്റവും വലിയതായി കൊണ്ടു നടന്നിരുന്ന മോഹങ്ങൾ പോലും സാധ്യമാക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഉണ്ടാകുന്നത്. അതാണ് ഈ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വൃദ്ധ ഈ ദുർമരണത്തിൻ്റെ കഥ പറഞ്ഞ് മയക്കത്തിലേക്ക് വീണപ്പോൾ തൊട്ട് ആ പെൺകുട്ടി വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചേരുകയാണ്. ആ പെൺകുട്ടിക്ക് തോന്നുന്നു, ഞാനും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. ഇപ്പോൾ പീഡനം അനുഭവിക്കുന്ന പുതിയ തലമുറയിൽപ്പെട്ട പെൺകുട്ടികളുടെ ഒരു മുൻഗാമിയായിരുന്നില്ലേ ഈ സ്ത്രീ? ഈ പെൺകുട്ടിയുടെ ദാമ്പത്യബന്ധം അത്ര സുഖകരമല്ല എന്നതിൻ്റെ സൂചനകൾ കഥയിലുണ്ട്. വേലക്കാരി ചോദിക്കുന്നുണ്ട് ഒരിക്കൽ, ശ്രീമോൻ നിന്നെ മോളെ കുറേ നിർബന്ധിച്ചില്ലേ, എന്തേ കല്യാണത്തിന് പോകാഞ്ഞത്, പുതിയ പെണ്ണിനെ കാണാൻ എല്ലാവർക്കും വലിയ ആശയുണ്ടാകില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പെൺകുട്ടിയൊന്നും പറയുന്നില്ല. വൃദ്ധ വെറുതെ ചിരിക്കുന്നു എന്നുണ്ട്. ആ ചിരിയിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിൻ്റെ ഇടക്ക് മറ്റൊരു സന്ദർഭം കൂടിയുണ്ട്. പെൺകുട്ടിയുടെ തലയിലെ സിന്ദൂരം, നെറ്റിയിലെ സിന്ദൂരം വിയർപ്പിൽ കുതിർന്ന് ഒരു തുള്ളി താഴോട്ട് ഉറ്റി മരിച്ചു എന്ന് പറയുന്നുണ്ട്. അതൊരിക്കൽ ഒരർത്ഥത്തിൽ ജീവരക്തം തന്നെയാണ്. സിന്ദൂരം വിയർപ്പിൽ കുതിർന്ന് ഒരു രക്തത്തുള്ളി പോലെ ഉറ്റി താഴേക്ക് വീണ് മരിച്ചു എന്ന് പറയുമ്പോൾ സിന്ദൂരം ദാമ്പത്യത്തിൻ്റെ സൂചനയല്ലേ? ആ സൂചനയിൽ അത്ര സുഖകരമായ കാര്യങ്ങളല്ല ഉള്ളത് എന്നുള്ളത് വ്യക്തമാണ്.
ഏതായാലും വൃദ്ധ പറഞ്ഞ ഓർമ്മയുടെ ഞരമ്പ് എന്നുള്ളത് ആ പെൺകുട്ടിയെ വല്ലാതെ പിടിച്ചു അലക്കുകയാണ്. ആ പെൺകുട്ടി പോയിട്ട് സ്വന്തം മുറിയിൽ പോയി കണ്ണാടിയിൽ നോക്കി കഴുത്ത് പരിശോധിക്കുക. നമ്മുടെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പ്രതീകമാണ് കണ്ണാടി. നമ്മൾ നമ്മളെ തന്നെ കാണുന്നതും നമ്മൾ സ്വയം ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതുമൊക്കെ ഈ കണ്ണാടിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. ഈ ഞരമ്പ് ഇങ്ങനെ നോക്കുമ്പോഴാണ് പെൺകുട്ടിയുടെ ഭർത്താവ് ശ്രീജിത്ത് എന്ന് പറയുന്ന കഥാപാത്രം മുറിയിലേക്ക് വരുന്നത്. ഓർമ്മയുടെ ഞരമ്പ് നോക്കുന്ന അവസ്ഥയിൽ ഭർത്താവിനെ ഒന്ന് നോക്കാനോ ഒന്നും ആ പെൺകുട്ടിക്ക് കഴിയില്ല. അപ്പോൾ KR മീര എഴുതുന്നുണ്ട്, എന്താ നോക്കുന്നത്? ഭർത്താവിൻ്റെ ചോദ്യമാണ്, എന്താ നോക്കുന്നത്? അർഹിക്കുന്ന ആദരവ് കിട്ടാത്ത യജമാനൻ്റെ ഈർഷ്യയോടെ അയാൾ ചോദിച്ചു എന്നാണ്. അർഹിക്കുന്ന ആദരവ് കിട്ടാത്ത യജമാനൻ്റെ ഈർഷ്യയോടെ അയാൾ ചോദിച്ചു, എന്താ നോക്കുന്നത്? നോക്കൂ, അർഹിക്കുന്ന ആദരവ് കിട്ടണം. ആർക്ക്? യജമാനന്. അപ്പോൾ ഇവരുടെ വൃദ്ധയുടെ കാലം കഴിഞ്ഞ് അവരുടെ 2ാം തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരൻ്റെയും ചെറുപ്പക്കാരിയുടെയും വിവാഹബന്ധത്തിലും അവർ തമ്മിലുള്ള ഒരു പാരസ്പര്യ ബഹുമാനമല്ല, സ്നേഹമല്ല, സൗഹൃദമല്ല ഉള്ളത്. പകരം എന്താണ്? യജമാനൻ്റെയും വേലക്കാരിയുടെയും ജീവിതമാണ്. അതുകൊണ്ടാണ് യജമാനൻ മുറിയിലേക്ക് വരുമ്പോൾ വേലക്കാരി അർഹിക്കുന്ന ആദരവ് കൊടുക്കണം. ഓ ശരി എന്നൊക്കെ പറഞ്ഞ് ഒരു ഭയഭക്തി ബഹുമാനങ്ങളോടെ കൈകൂപ്പി നിൽക്കണം എന്നുള്ള ഈ ഒരു പുരുഷകേന്ദ്രിത ബോധം പുതിയ തലമുറയിൽപ്പെട്ട ഈ ചെറുപ്പക്കാരനുമുണ്ട് എന്നുള്ളത് വല്ലാത്തൊരവസ്ഥയാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പറച്ചിലിലൂടെ കഥ അവസാനിപ്പിക്കുമ്പോൾ എന്താ നോക്കുന്നു എന്നുള്ള മറുപടിയായിട്ട് പെൺകുട്ടി പറയുന്നതോടെയാണ് കഥ അവസാനിക്കുന്നത്. ഞാനൊരു ഞരമ്പ് നോക്കുകയാണ്, ഓർമ്മയുടെ ഞരമ്പ്. പെൺകുട്ടി ആ ഓർമ്മയുടെ ഞരമ്പ് അറ്റുപോകാതെ നോക്കുകയാണ്. ആ ഓർമ്മയുടെ ഞരമ്പാണ് ഈ പെൺകുട്ടിക്ക്, അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ പോലുള്ള ഒരുപാട് സ്ത്രീകൾക്ക് കരുത്തോടെ ജീവിക്കാനുള്ള ഒരു പ്രതീകം എന്നുള്ളത്. ആ ഞരമ്പ് നഷ്ടമായാൽ പിന്നെ ആ സ്ത്രീകളില്ല, അവരുടെ ആത്മബോധമില്ല, ആത്മാഭിമാനമില്ല, ഒന്നുമില്ല. അവർ കേവലം വേലക്കാരികൾ മാത്രമായി പുതിയ കാലത്ത് ഒതുങ്ങിക്കഴിയേണ്ടി വരും. നോക്കൂ, ആ വൃദ്ധയും അങ്ങനെ തന്നെയല്ലേ. ഇപ്പോൾ നമുക്ക് ഓർമ്മയുടെ ഞരമ്പ് എന്നുള്ള കഥയുടെ തലക്കെട്ടിന് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരു സാധുത മുന്നോട്ട് വരും. അതെന്താണ്? ആ വൃദ്ധ ജീവിക്കുന്നത് മുഴുവൻ ഓർമ്മകളിലാണ്. അവർക്ക് പറയാനുള്ളത് മുഴുവൻ അവരുടെ കുട്ടിക്കാലത്തെ കഥകളും അവരെഴുതിയ കഥകളും ഒക്കെ കുറിച്ചാണ്. വർത്തമാനകാല ജീവിതം എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വിരസമാണ്, ഒന്നുമില്ല. ആ പഴയ പുസ്തകം തപ്പുക, അല്ലെങ്കിൽ മരുന്ന് കുടിക്കുക, കഞ്ഞി കുടിക്കുക, ആ മരുന്നിൻ്റെ ഫലമായി കുറേ സമയം ഉറങ്ങുക, വീണ്ടും ഈ കാര്യങ്ങളൊക്കെ തന്നെ ആവർത്തിക്കുക എന്നുള്ളതിലുപരി പുതിയ കാര്യങ്ങളൊന്നും സക്രിയമോ സർഗാത്മകമായിട്ടുള്ള ഒന്നും ആ വൃദ്ധയുടെ ജീവിതത്തിൽ ഇപ്പോഴില്ല. വളരെ വിരസമായ ജീവിതം. ആ ജീവിതത്തിലും അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അവരുടെ ഓർമ്മകളാണ്, അവരുടെ കഴിഞ്ഞകാല അനുഭവങ്ങളാണ്, ചരിത്രമാണ്. ആ ചരിത്രമില്ലെങ്കിൽ, ആ അനുഭവങ്ങളില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ആ സ്ത്രീ തന്നെ ഇല്ല. അത് മനസ്സിലായതുകൊണ്ടാണ് ആ പെൺകുട്ടിയും ഓർമ്മയുടെ ഞരമ്പ് എവിടെയാണ് എന്ന് നോക്കി വെക്കുന്നത്. ആ ഓർമ്മയുടെ ഞരമ്പ് അവർക്ക് ജീവിക്കാനുള്ള കരുത്താണ്. കുന്തേര പറയുന്നുണ്ടല്ലോ, അധികാരത്തിനെതിരായ കലാപം എന്നുള്ളത് മറവിക്കെതിരായ കലാപം കൂടിയാണ്. അങ്ങനെ വരുമ്പോഴേ ഓർമ്മയെ സമരായുധമാക്കിയാലേ, ചരിത്രത്തെ സമരായുധമാക്കിയാലേ നമുക്ക് ഇത്തരത്തിലുള്ള സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്ന് മുന്നേറാനാകും. ഇപ്പോഴും നമ്മൾ ഒരു ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് ഒരു യജമാന ഭൃത്യബന്ധം പോലെ അടിമ സമാനമായ രീതിയിലാകരുത് എന്നുള്ളതും, അതൊരു സൗഹൃദത്തിൻ്റെ രീതിയിൽ, പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും രീതിയിൽ ആകണമെന്നുള്ളതും പുതിയ തലമുറയെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളെങ്കിലും സ്ത്രീയെ അടച്ചാക്ഷേപിക്കാനോ ഒന്നും തയ്യാറാവാതെ സ്ത്രീകൾക്ക് അർഹിക്കുന്ന ആദരവ് കൊടുക്കേണ്ടതായിട്ടുണ്ട്.
അങ്ങനെ വരുമ്പോഴേ ഒരു യഥാർത്ഥ പുരുഷൻ ജനിക്കുകയുള്ളൂ. അല്ലാതെ കുറേ സ്ത്രീകളുടെ അക്കൗണ്ടുകളൊക്കെ പോയി ഇപ്പോൾ ഏറ്റവും അവസാനം നടക്കുന്ന നമ്മുടെ ഇൻസ്റ്റഗ്രാമുകളിലെയും വാട്സപ്പിലെയും ഫേസ്ബുക്കിലെയും ഒക്കെ ഒരുപാട് കമൻറ്റുകളുണ്ട്, ഫേക്ക് ഐ ഡികൾ. നമുക്ക് നമ്മുടേതല്ലാതെ, നമ്മുടെ മുഖമോ പേരോ ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്ന സോഷ്യൽ മീഡിയയുടെ ഇടങ്ങളിൽ പോയി ഫേക്ക് ഐ ഡികളിലൂടെ സ്ത്രീകളുടെ അക്കൗണ്ടുകളിലൊക്കെ കയറി അവരെ ഫെമിനിച്ചി എന്നൊക്കെ വിളിച്ച് ആനന്ദം കണ്ടെത്തുന്ന ആളല്ല യഥാർത്ഥ പുരുഷനെന്നും, ആ സ്ത്രീയെ ബഹുമാനിക്കാനും അവർക്ക് തുല്യ അവസരം കൊടുക്കാനും ഒക്കെ പറ്റുന്ന ഒരാളാണ് യഥാർത്ഥ പുരുഷനെന്നുള്ള ബോധ്യം പുതിയ കാലത്തെ തലമുറയ്ക്കെങ്കിലും ഉണ്ടാകേണ്ടതുണ്ട്. നമ്മളൊരിക്കലും ഇനിയെങ്കിലും ശ്രീജിത്തായ പോരാ. നമ്മൾ നമ്മുടെ കൂട്ടാളികളെ, നമ്മുടെ സുഹൃത്തുക്കളെ ഒക്കെ സ്ത്രീ പുരുഷ ഭേദമന്യേ ഒരേപോലെ ബഹുമാനിക്കാനും ആദരിക്കാനും ഒക്കെ പഠിക്കണം. അങ്ങനെ വരുമ്പോഴേ ഓർമ്മയുടെ ഞരമ്പിൽ KR മീരയുടെ കഥാപാത്രങ്ങൾക്ക് അപ്പുറത്തേക്ക് എൻ്റെ പുതിയ തലമുറയിലെ കുട്ടികൾ വളരുകയുള്ളൂ. അങ്ങനെ ഒരു ആരോഗ്യകരമായ സാമൂഹ്യ ബന്ധമാണ് നമ്മളിൽ ഉണ്ടാക്കേണ്ടത്. അത് ചരിത്രത്തെ കൂട്ടിപ്പിടിച്ച് പറയുമ്പോൾ നമുക്കിങ്ങനെ പ്രയാസത്താൽ, വീട്ടിലെ ബുദ്ധിമുട്ടുകളാൽ, ബാലാഷ്ടതകളാൽ വീണുപോയ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ മോഹം പോലും നടത്താൻ കഴിയാതെ പോയ ധാരാളം സ്ത്രീകളുടെ ഓർമ്മകൾ നമുക്കുണ്ടാകും. ആ ഓർമ്മകൾ കരുത്താക്കിക്കൊണ്ട്, ആ ഓർമ്മയുടെ ഞരമ്പിനെ സംരക്ഷിച്ചുകൊണ്ട് ലിംഗനീതിയിൽ പുലരുന്ന ഒരു കാലത്തെ നമുക്ക് സ്വപ്നം കാണാം. അത്തരമൊരു സ്വപ്നമാണ് ഈ കഥ വായിക്കുന്നതിലൂടെയും ചർച്ച ചെയ്യുന്നതിലൂടെയും നിങ്ങൾക്കുണ്ടാകേണ്ടത് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നന്ദി.